ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ചെറിയൊരു തണുപ്പൊക്കെ ആയിരുന്നു. മഴയൊക്കെ പെയ്ത കാരണം കൊണ്ട് ചെറിയ അന്തരീക്ഷമൊക്കെ മൂടി നിൽക്കായിരുന്നു. മഴയൊക്കെ മാറി കഴിഞ്ഞപ്പോൾ പിള്ളേർക്കാണെങ്കിൽ എനിക്കത് കളിക്കാനും കയറാൻ നേരം. നമുക്ക് നമ്മുടെ കുഞ്ഞിലുള്ള എന്നിട്ട് പറയണം കുഞ്ഞു കളിക്കുന്നത്. ഇതിപ്പോൾ അവർക്ക് താളി ഉണ്ടാക്കുന്നത്. താളി ചെമ്പത്തിയുടെ ഇലയൊക്കെ പറിച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്ന് രണ്ട് പേര് കുത്തുന്ന താളിയിൽ വെള്ളമൊക്കെ ചേർത്തിട്ട് ഇടിച്ചിലും ചതക്കിലൊക്കെയാണ്. ടീച്ചർ കുറച്ചാണ് വെള്ളം കൊണ്ടു കൊടുക്കും. ഓരോ കൊട്ടാരൊക്കെ ഉണ്ടാക്കി കളിച്ചാൽ കണ്ടില്ലേ. അത് കഴിഞ്ഞിപ്പോൾ പറഞ്ഞ് അവസാനം കുളിക്കാൻ പറഞ്ഞതേ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് പപ്പച്ചൻ പുറത്തൊക്കെ പോയി തലമുടിയൊക്കെ ഡൈ ചെയ്ത് വന്നപ്പോൾ എന്തൊക്കെ തലയിലെന്ന് വെച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം തല ഇനി ഫ്രീക്കനായിട്ട് കിട്ടുന്നുണ്ടെന്ന് ചോദിക്കണം. കുഞ്ഞാട്ടിക്ക് അപ്പനെ മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം ചോദിക്കുക, കുട്ടു എന്നെ മനസ്സിലായോ എന്ന്. കുട്ടുവിന് പിന്നെ അപ്പൻ്റെ കിളി കണ്ടാൽ മതി, എല്ലാം മനസ്സിലായില്ലേ. അതെല്ലാം കഴിഞ്ഞ് തലയൊക്കെ ചീകി നിർത്താൻ വേണ്ടിയിട്ട് തലമുടിയൊക്കെ ചീകി വൃത്തിയിൽ നിൽക്കാൻ പറഞ്ഞിട്ട് ചീർപ്പ് കിട്ടാണ്ട് തല്ലിപ്പെടുത്തേ. അതിൻ്റെ 2 പേര് അവർക്ക് ചീർപ്പ് കിട്ടണം, ഒരാത്തിന് കണ്ണാടി വേണം. തല്ലുകൂട്ടെന്ന് പറഞ്ഞാൽ തല്ലുകൂട്ടം എന്തോരം പറഞ്ഞാലും കേൾക്കില്ല. അപ്പം അവനെ ഇത്തിരി ഇങ്ങനെ പേടിയുണ്ട്. പക്ഷെ എന്തോരം പറഞ്ഞാലും കൂട്ടാക്കില്ല. ചീർപ്പ് തല്ലുപെട്ടെ അങ്ങോട്ടോടും ഇങ്ങോട്ടും 4 പേരും ചീർപ്പ്. അവസാനം പരിഹാരം കണ്ടെത്താനായിട്ട് അമ്മാമ്മ അമ്മാമ്മയ്ക്കാണെങ്കിൽ ഇവരുടെ ഒച്ചപ്പാട് കെട്ടിട്ട് അമ്മാമ്മയ്ക്ക് ഇവരെ പ്രശ്നം പിടിക്കാൻ പറ്റും. അവസാനം അമ്മാമ്മ ചീർപ്പൊക്കെ അന്വേഷിച്ച് എവിടെയുള്ളത് നോക്കാം. അവളുടെ കയ്യിൽ ചെറുപ്പുണ്ട്, ഇളയവൻ്റെ കയ്യിൽ ചെറുപ്പില്ല, മൂത്തവൻ്റെ കയ്യിൽ ചെറുപ്പുണ്ട്. അപ്പോൾ അവന് ആകെ സങ്കടമായി ചെറുപ്പ് കിട്ടിയെന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ ഈ കുഞ്ഞാട്ടിനെയും കളിപ്പിക്കുന്ന തരത്തിലായിരുന്നു. അവനാണെങ്കിൽ നടന്ന് വർത്താനം പറയുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് കാഴ്ച കാണാനും കൂടെ കുത്തിരുന്ന് വർത്താനം പറയുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സന്തോഷം അവന് അങ്ങനെ വർത്താനം പറയുന്ന കാര്യമൊക്കെ. നല്ലൊരു വർത്താനം പറഞ്ഞിട്ടിരിക്കും. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടിൽ തെങ്ങ് കയറാനായിട്ട് ചേട്ടൻ വന്നു. തെങ്ങുമെന്നൊക്കെ കാറ്റത്ത് പട്ടയും തേങ്ങയും എല്ലാം വഴിയിൽ വീഴാം. ആൾക്കാരൊക്കെ വഴി കൂടെ പോകുന്നതല്ലേ. അപ്പോൾ എന്തെങ്കിലും പറ്റണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് ദിവസമായി അന്വേഷിക്കുന്നത് തെങ്ങ് കയറ്റി ചേട്ടന്. പക്ഷെ ആളെ കിട്ടണില്ല. അങ്ങനെ വേഗം കിട്ടിയ താപ്പിൽ വേഗം തെങ്ങുമ്മ കയറിച്ച് പട്ടയും പട്ടയും തേങ്ങയും അത്യാവശ്യമൊക്കെ താഴ്ത്തിക്ക് ഇറക്കിയിട്ടു. അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലോ, കാറ്റത്ത് എന്തെങ്കിലുമൊക്കെ വീണ് ആർക്കെന്തെങ്കിലുമൊക്കെ പറ്റിയാലോ. അതുകൊണ്ട് പിന്നെ വേഗം ഇടിയിക്കാൻ ആളെ കിട്ടി. അപ്പോഴാണ് അവർക്കൊക്കെ കരിക്ക് വേണം. അപ്പോൾ പിന്നെ അപ്പച്ചൻ അവരോട് പറഞ്ഞ കരിക്ക് ഇട്ട് വന്നോളൂ. ഈ പറമ്പിലാണെങ്കിൽ കരിക്ക് കിട്ടാനുള്ള അതിന് മാത്രം തേങ്ങയൊന്നുമില്ല. അപ്പോൾ താഴെ പറമ്പിൽ തെങ്ങുമ്പത്ത് നല്ല കരിക്കുണ്ട്. അപ്പോൾ അത് കൊണ്ടുവരാൻ നോക്കും. തേങ്ങ ഇട്ടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ തേങ്ങ പെറുക്കലേ. ഇവർക്ക് പിന്നെ എന്ത് ജോലി ചെയ്യാനൊന്നും മടിയില്ല. ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം. ആള് വീതം ഓരോന്നോരോന്നൊക്കെ ചോറിന് കൊണ്ടൊക്കെ പണിയെടുക്കുക. എന്താ ചെയ്യണേ, പണിയെടുത്തിട്ടേ കൊയ്യാണ്ട ഈ പിള്ളേർക്ക്. പണിയെടുത്തപ്പോഴത്തെ അവസാനം ആള് വീതം പണിയെടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ച് ഒരു കൊലയാണ് ഏറ്റി പിടിച്ച് കൊണ്ടുവരുന്നത്. പറ്റണ പണിയെടുത്താൽ മതി. ഓരോന്ന് കൊണ്ടുവരാൻ പറഞ്ഞത് കൊലയായി. അപ്പോൾ എളുപ്പം കുറഞ്ഞല്ലോ. എന്തോരം പറഞ്ഞാലും കേൾക്കില്ല. ഭയങ്കര പണിയെടുക്കാനൊന്നും മടിയില്ല അവർക്ക്. അതന്നെ സന്തോഷം. ഒരു പണിയൊക്കെ കഴിഞ്ഞ് തേങ്ങ കൂട്ടിയൊക്കെ ഇട്ട് എല്ലാവരും വിശ്രമിച്ച് കൈക്കൊക്കെ വെട്ടി കുടിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ സമാധാനം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ കുഞ്ഞൊരു വീഡിയോ.